ഹായ് നമസ്കാരം. ഇന്നപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ റാഗി പുട്ടാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ എലൈറ്റ് എന്ന് പറയുന്ന കമ്പനി പൊതുവേ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഇതാണല്ലോ. അപ്പോൾ അവരുടെ തന്നെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു റാഗി പുട്ട് പൊടിയാണ് ചെയ്ത് നോക്കിയത്. ആക്ച്വലി ആ കേക്ക് പോലെ തന്നെ ഈ റാഗി പുട്ട് കേക്ക് പോലെ തന്നെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടാണ് റെഡിയായത്. അപ്പോൾ ഇത് കാണാനും അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ആ കേക്ക് പോലെ തന്നെ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. നമ്മൾ ആ തേങ്ങയ്ക്ക് ഇടുമ്പം ഒരു കേക്കിൻ്റെ മുകളിൽ ക്രീം വെച്ചതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കാണാനും ആ ലുക്ക് ഉണ്ടായിരുന്നു, ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ കേക്ക് കഴിക്കുന്ന പോലെയാണ് തോന്നിയത്, ഒരു പുട്ട് കഴിക്കുന്ന പോലെയല്ല തോന്നിയത്. നല്ലതായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ റാഗിയൊക്കെ എപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഒരിക്കലും ഡിന്നറിനൊന്നും നമ്മൾ അധികം എടുക്കരുതെന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റിനാണ് റാഗിയൊക്കെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റാഗി പുട്ട്. യൂഷ്വലി നമ്മൾ പുട്ടിൻ്റെ കൂടെ കടലക്കറിയാണല്ലോ യൂസ് ചെയ്യുന്നത്, ലൈക്ക് കറുപ്പ് കടലക്കറിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഞാനും അപ്പോൾ രാത്രി നാളെ രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ട് രാത്രി കടല വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം കടല ഇല്ലായിരുന്നു, തീർന്നു പോയായിരുന്നു. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് മറ്റേ വെള്ളക്കടലയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി, എന്നാൽ അത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വെള്ളക്കടല ആണ് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത്. രാവിലെ അത് ഈ കടലക്കറി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തു. ലാസ്റ്റ് ഈ വെള്ളക്കടലുള്ള കറി ആയതുകൊണ്ട് ലാസ്റ്റ് മല്ലിയില മാത്രം എക്സ്ട്രാ ഇട്ടിരുന്നു. അങ്ങനെ ഇട്ടിരുന്നു. പക്ഷേ ഈ ഒരു എലൈറ്റിൻ്റെ പുട്ടും ഈ കടലക്കറിയും പഴവും പഞ്ചസാരയും കൂടെ വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കടല ഇല്ലെങ്കിലും വെള്ളക്കടല വെച്ചിട്ടാണെങ്കിലും പുട്ടിന് ചേരുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ഞാൻ എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഗ്രഹരീതിയും കൂടെ നോക്കി ചെയ്യാറുണ്ട്. അതായത് ഇന്നത്തെ ദിവസത്തിന് ഏതാണ് കൂടുതൽ മാച്ചിങ് എന്നൊക്കെ നോക്കി ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുട്ടും കടലക്കറിയൊക്കെ നമുക്ക് സാറ്റർഡേ ആണ് കുറച്ചുകൂടെ കഴിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. കാരണം കടലയ്ക്ക് സാറ്റർഡേ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ സാറ്റർഡേ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പം പുട്ട് കടലക്കറി അല്ലെങ്കിൽ ഇടിയപ്പ കടലക്കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാറ്റർഡേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ബേസിക്കലി ഗ്രഹരീതിയെ കുറിച്ച് നോക്കിയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് സാറ്റർഡേ ഇതുണ്ടാക്കിയത്. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ വെള്ളത്തിൽ പുട്ടുപൊടി മിക്സ് ചെയ്തതിന് ശേഷം എപ്പോഴും ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ടെക്സ്ചർ വ്യത്യാസം വരും. നല്ല എന്താ പറയുക, ഒരു തരിതരിപ്പ് ഇതൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ആ ഒരു സോഫ്റ്റ്നെസ്സും കൂടെ കിട്ടുന്നത് കേട്ടോ.